ഹായ്! അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിരാനിട്ട കടലയാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കനുസരിച്ച് കടല എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് നല്ലോണം കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് ഇതിൻ്റെ പാകത്തിനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണ്ടേ. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കടലയൊന്നും ഇങ്ങനെ മുങ്ങിക്കിടക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുക്കറിൻ്റെ അടപ്പൊക്കെ ഇട്ടിട്ട് കുക്കർ അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം. ഇതിപ്പോൾ കടലയൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഓരോ കുക്കറിനും ഓരോ ടൈം ആയിരിക്കും അല്ലേ. ഇവിടുത്തെ കുക്കറിൽ കടല വേവാൻ വേണ്ടിയിട്ട് ഒരു 7 വിസിലൊക്കെ അടിക്കണം. അപ്പോൾ അതാ നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്താൽ മതിയേ. ഇതിപ്പം ഏകദേശം കടലയൊക്കെ നല്ലോണം വേവാറായിട്ടുണ്ട്. ഇതാ നല്ലോണം കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ചൂടാകുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചത് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ചുറ്റുപാടും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അതാ ആ ഉള്ളി ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ നല്ലോണം ഒന്ന് മിക്സായി വരട്ടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകണ്ട, ശ്രദ്ധിച്ചോളണം. ഫ്ലെയിം ശ്രദ്ധിച്ചോളണം. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ലോ ടു മീഡിയം ഇട്ടാൽ മതിയേ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത്തരം സിമ്പിളായിട്ട് റെസിപ്പീസാണ് നമ്മുടെ ചാനലിൽ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം ഇതാ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിച്ചോളണേ. ഇതിപ്പോൾ ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ളിയും ഏകദേശം ലൈറ്റായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഓവറായിട്ട് ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആയാൽ മതി കേട്ടോ. ഇത്രത്തോളം മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടലല്ലേ, അത് ആ വെള്ളത്തോടു കൂടി തന്നെ ഈ ഉള്ളിയിലോട്ട് മിക്സ് ആക്കാം. എന്നിട്ട് നല്ലോണം ഈ ഉള്ളിയും കടലയും കൂടെ മിക്സായിട്ട് വരണേ. നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം. അതാ ഞാനിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. കടലയും നമ്മുടെ ഉള്ളിയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാനിത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട മസാല ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1 സ്പൂണ് മുളക് പൊടിയും പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തോണം. നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതിയേ, കൂടുതലായി പോകണ്ട. പിന്നെ ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതാ ഞാനത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം. അപ്പോൾ നമ്മൾ കടലക്കറി വെക്കുന്ന സമയത്ത് അധികം ആരും യൂസ് ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അത്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് അത്. ഒരു തക്കാളി ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഈ കടലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണേ. അപ്പം ഞാനിതാ ഒരു അടപ്പ് കൊണ്ട് ഇങ്ങനെ മൂടിയിട്ട് ഒരു 5 to 10 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോ ആയിരിക്കണ്ട, കുറച്ച് കൂട്ടി വെച്ചോളൂ കേട്ടോ. ഹൈനേക്കാളും കുറച്ചൊന്ന് കുറഞ്ഞോട്ടെ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം മതി. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1 ഗ്ലാസ് നല്ല തേങ്ങാപ്പാലാണ്, ഫ്രഷ് പാലാണ്. തേങ്ങാപ്പാൽ എടുത്തിട്ട് നമുക്കിതാ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. ഇതാ ഞാനിപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത്ര നേരവും നല്ലോണം തിളച്ചതാണല്ലോ, നമ്മുടെ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതിയേ. ഇതാ ഈ സൈഡൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ച് വരുന്നത് കണ്ടില്ലേ, അത്രയൊക്കെ മതിയാവും കേട്ടോ. ഇതാ എല്ലാ ഭാഗത്തും അങ്ങനെ സൈഡൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ. അതപ്പോൾ തിളച്ച് ഇത്ര മതി, ഇത്ര തിളച്ചാൽ മതിയേ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള വറവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയും ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ കറിയിലോട്ട് ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇപ്പം ഇളക്കണ്ട. അപ്പോൾ കറി ഒന്ന് റെഡിയായി വന്നോട്ടെ. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി കറിയല്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.